ബാങ്ക് ദേശസാൽക്കരണ ദിനമായ ജൂലൈ 19 സംസ്ഥാന വ്യാപകമായി അവകാശ ദിനമായി ആചരിക്കുമെന്ന് ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയറീസ് ജില്ലാ ഭാരവാഹികൾ പ്രസ് ക്ലബ്ബിൽ അറിയിച്ചു. അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി 19 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് സ്റ്റേഡിയം കോർണറിൽ നടത്തുന്ന ധർണ ഡോക്ടർ വി ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ ഗവൺമെൻറ് പെൻഷനേഴ്സിന് ഓരോ പേ കമ്മീഷൻ വരുമ്പോഴും അവർ ഗവൺമെൻറ് പെൻഷനേഴ്സിനും സമാനമായിട്ടുള്ള വർധന കൊടുക്കുന്നുണ്ട്, ജീവനക്കാർക്ക് കൊടുക്കുന്ന മാതിരി. പക്ഷേ ബാങ്കിങ് രംഗത്ത് അതില്ല. ഞങ്ങൾ ഓരോ തവണയും ഗവൺമെൻറ് പെൻഷനേഴ്സിന് എന്തെങ്കിലും വർധന കൊടുക്കുമ്പോൾ ഞങ്ങൾ തെരുവിലിറങ്ങേണ്ടി വരുന്നു, ഞങ്ങൾ ധർണ നടത്തേണ്ടി വരുന്നു. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ സമരം ചെയ്തതിന് ശേഷം മാത്രമേ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനുള്ള കഴിയുന്നുള്ളൂ. ഞങ്ങൾ കഴിഞ്ഞ കുറേ കൊല്ലമായിട്ട് ചെറിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫാമിലി പെൻഷനിൽ കുറച്ച് വർധനവ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തുടർച്ചയായിട്ട് ഇങ്ങനെ നടത്തിയിട്ടുള്ള സമരമാണ്. അപ്പോൾ ഓരോ പേ കമ്മീഷൻ വരുമ്പോഴും പിന്നെ അടുത്ത 10 കൊല്ലം ഞങ്ങൾ അതിലുള്ള ഗവൺമെൻറ് ജീവനക്കാർക്ക് കൊടുത്തുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഇതിൽ നടപ്പാക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒച്ചവെക്കാനാണ് ഞങ്ങൾ അതിന് തുനിയേണ്ടി ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നിർഭാഗ്യവശാൽ അതൊരു വളരെ മോശം സ്ഥിതിയാണ്. ഗവൺമെൻറ് ജീവനക്കാർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ, ഉദാഹരണമായിട്ട് ഗ്രാറ്റുവിറ്റി ഇൻക്രീസ് കൊടുത്തു, അതിൻ്റെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് പൊതുമേഖലയിൽ നടപ്പാക്കാം, മറ്റ് സ്വകാര്യ മേഖലകളിൽ നടപ്പാക്കാം. പക്ഷേ പലപ്പോഴും അത് ഡിലേ ആക്കി 1 കൊല്ലം 1.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ ഗ്രാറ്റുവിറ്റി സീലിംഗ് മറ്റ് മേഖലകളിലേക്ക് നടപ്പാക്കുന്നത്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ സമരം ഇതിനൊക്കെ എതിരാണ്. കൂടാതെ ഞങ്ങളുടെ സ്പെസിഫിക് ഇഷ്യൂസും ഉണ്ട്. അത് ശ്രീ ജോസ് അതിനെ പറ്റിയിട്ട് കൂടുതൽ വിശദീകരിക്കുന്നതായിരിക്കും. സ്പെസിഫിക് ഇഷ്യൂസ് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. നിങ്ങൾ അറിഞ്ഞോ, 4 ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ PR നേടാം, സ്ഥിരതാമസമാക്കാം. ഏത് ഒക്കുപേഷനുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ, സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്, ട്രേഡ്സ്, ട്രാൻസ്പോർട്ട്, അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ 5 കാറ്റഗറികളിലുള്ള 82 ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ലൈസൻസ്ഡ് കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോട് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ. ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേമായ ഇംലോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.